അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ ക്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നാം വിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായമായ സൂറത്തു ശർഹ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സൂറത്തു ശർഹിലെ സമാപന സൂക്തങ്ങളായ 7-8 ആയത്തുകളാണ് നാം മനസ്സിലാക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. സൂറ അവസാനിക്കുകയാണ്. അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെ നല്ല 2 നിർദ്ദേശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. മൊത്തത്തിൽ നാം നേരത്തെ മനസ്സിലാക്കിയ ആശയങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകുമല്ലോ അല്ലേ? ആദ്യം എന്തായിരുന്നു? 3 അനുഗ്രഹങ്ങൾ അല്ലാഹു നബിക്ക് നൽകിയത് എടുത്തു പറയായിരുന്നു. നബിയുടെ മനസ്സ് സങ്കടപ്പെട്ടപ്പോൾ, കൂട്ടുകാരൊക്കെ പിരിഞ്ഞു പോയപ്പോൾ, സത്യം വിളിച്ചു പറഞ്ഞത് ഇഷ്ടപ്പെടാതെ ആളുകൾ വഴിമാറിപ്പോയപ്പോൾ അല്ലാഹു തആല 3 കാര്യങ്ങൾ പറഞ്ഞു. നിൻ്റെ മനസ്സ് വിശാലമാക്കി തന്നില്ലേ? നിൻ്റെ മുതുകിനെ ഞെരുക്കിയ ഭാരങ്ങൾ ഇറക്കി വെച്ചില്ലേ? അതേപോലെ നിൻ്റെ പ്രശസ്തിയെ ഉയർത്തിയില്ലേ? അതുകൊണ്ട് പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. അതിനാൽ അല്പം പരീക്ഷണങ്ങളെ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകും. ഇനി ഭാവി ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയാണ്. ഫ ഇദാ ഫറഗ്ത ഫൻസബ്. ഫ അതിനാൽ, ഇദാ ആയാൽ, ഫറഗ എന്താർത്ഥം? ഒഴിവാകുക എന്നാണ്. വിരമിക്കുക എന്ന് പറയില്ലേ? സ്കൂളിൽ ടീച്ചേഴ്സ് റിട്ടയർ ചെയ്യൂലേ? അതിന് വിരമിക്കുക എന്ന് പറയും. ആ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് ടീച്ചർ പിന്മാറുകയാണ്, അത് പൂർത്തിയാക്കിയിട്ട് പിന്മാറുകയാണ്. അപ്പോൾ ഫറഗ ഒഴിവാകുക, വിരമിക്കുക എന്ന് പറയാം. ഫഇദാ ഫറഗ്ത, നീ ഒരു കാര്യത്തിൽ നിന്ന് വിരമിച്ചാൽ, ഒഴിവായാൽ എന്ത് ചെയ്യണം? ഫ അപ്പോൾ ഇൻസബ്. നസബ എന്ന് പറഞ്ഞാൽ മുഴുകുക, എൻഗേജ് ചെയ്യുക എന്നാണ്. ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവായാൽ മറ്റൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആവണം എന്നാണ് പറയുന്നത്. അപ്പോൾ റെസ്റ്റ് വേണ്ടേ? റെസ്റ്റ് തീർച്ചയായിട്ടും വേണം. അത് മറ്റൊരു എൻഗേജ്മെൻ്റ് ആണ് അല്ലേ? എപ്പോഴും ജോലി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന പോലെ പ്രോഗ്രാം ചെയ്ത് മുന്നോട്ട് പോകണം. അതാണ് പ്രധാനം. പ്ലാനിങ് ഉണ്ടാവണം. ഞാൻ ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ ക്ലാസ് പിന്നിട്ട് അങ്ങനെ പോകുമ്പോൾ അതനുസരിച്ച് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ 10th എത്തുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിൻ്റാണ്. അവിടെ എത്തുമ്പോൾ ഇനി +2 എങ്ങനെയാവണം? അപ്പോഴത്തേക്ക് നമ്മൾ ചിന്തിച്ചു തുടങ്ങി. +2 കഴിഞ്ഞാൽ ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇങ്ങനെ എല്ലാം പ്ലാൻഡ് ആയിരിക്കില്ലേ? അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ടാകണം. നമ്മൾ തികച്ചും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞ് ഫാമിലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടും. അതേപോലെ തന്നെ നമ്മുടെ പഠനവുമായി ബന്ധപ്പെട്ട്, അതുപോലെ സ്കൂളിൽ ആണെങ്കിൽ സേവന പ്രവർത്തനങ്ങൾ, അതുപോലെ സാമൂഹിക വിഷയങ്ങൾ, പൊളിറ്റിക്സ്, ഇങ്ങനെ പലതരം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇടപെടണം. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്ത് അതിലേക്ക് കടക്കണം എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ആക്റ്റീവായിരിക്കണം എപ്പോഴും. വെറുതെ ഇരിക്കുന്ന, എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നാണ്. അപ്പോഴാണ് നമ്മുടെ കഴിവ് നമുക്ക് പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക അല്ലേ? അല്ലാത്ത പക്ഷം നമ്മൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോകും. അപ്പോൾ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വ്യക്തിപരമായ കാര്യങ്ങൾ, അത് കഴിയുമ്പോൾ കുടുംബ കാര്യങ്ങൾ, കുടുംബ വിഷയങ്ങളിൽ നിന്ന് സാമൂഹിക പ്രശ്നങ്ങൾ അല്ലേ? ഒരു സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ലീഡറാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം, അത് പരിഹരിച്ചു കൊടുക്കണം, അവരോട് നല്ലത് ഉപദേശിക്കണം, അവരെ സത്യത്തിലേക്ക് വിളിക്കണം. ഇങ്ങനെ ഒരുപാട് പണികൾ.
അതാണ് ഇതാ ഫറൗത്ത ഫൻസബ്, ഒന്നിൽ നിന്ന് നീ ഒഴിവാകുമ്പോൾ അടുത്തതിൽ എൻഗേജ്ഡ് ആവുക, അടുത്തതിൽ മുഴുകുക എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. ശരിക്കും ഇത് എല്ലാ നിലക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. നമസ്കാരവും അതുപോലെ ഇസ്ലാമിക ജീവിതവും ഖുർആൻ പഠനവും ഇസ്ലാമിക കാര്യങ്ങൾ കൂടുതൽ ജാഗ്രത ഉണ്ടാവുക എന്നത്, ഇങ്ങനെയൊക്കെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളിലും അപ്പോൾ എപ്പോഴും എൻഗേജഡായ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക എന്നതാണ്. ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി, വ ഇലാ റബ്ബിക ഫർഗബ്, വ അതോടൊപ്പം ഇലാ റബ്ബിക് നിൻ്റെ നാഥനിലേക്ക്, ഫർഗബ് റഗിബ എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചു, ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ്. വ ഇലാ റബ്ബിക ഫർഗബ് നിൻ്റെ നാഥനിലേക്ക് ഇർഗബ് നീ പ്രതീക്ഷ വെച്ച് പുലർത്തുക, അവനിലേക്ക് ഇഷ്ടത്തോടെ കൊതിയോടെ എപ്പോഴും അള്ളാഹുവിലേക്ക് ഇങ്ങനെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കണം. അതെങ്ങനെ സാധിക്കുക? എപ്പോഴും അവനെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുക. അങ്ങനെയാണല്ലോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മൾ വെള്ളം കയ്യിലേക്ക് എടുത്താൽ ബിസ്മി ചൊല്ലും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദ അനുസരിച്ച് അല്പാൽപമായിട്ട് വലത് കൈ കൊണ്ട് ചുണ്ടോട് ചേർത്ത് കുടിക്കും. കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, കണ്ടോ, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങാണ്, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ്, ഭാരങ്ങളെല്ലാം അവൻ്റെ മുമ്പിൽ ഇറക്കി വെക്കുകയാണ്. അവന് മാത്രമേ എൻ്റെ കാര്യങ്ങൾ ഏറ്റവും നല്ല നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന നിലയ്ക്ക് അവന് വിട്ടുകൊടുത്തേക്കാം. അതാണ് വ ഇലാ റബ്ബിക ഫർഗബ് എന്ന് പറയുന്നതിൻ്റെ ആശയം. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും മനസ്സിലിങ്ങനെ കൊണ്ടു നടന്നിട്ട് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് ഭയങ്കരമായിട്ട് ടെൻസ്ഡ് ആവും. ശരിക്കത് വേണ്ടുണ്ടാവും. നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്യണം, പക്ഷെ എന്നിട്ട് എന്ത് ചെയ്യാം? ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു, അപ്പോൾ അവൻ കാര്യങ്ങൾ നടത്തി തരും, പിന്നെ ഞാനെന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ഇങ്ങനെ മൈൻഡ് ഫ്രീ ആവുക എന്നതാണ് അതിൽ ഒരു ഉദ്ദേശം. പിന്നെ എന്താണ്? അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അവൻ കൽപ്പിച്ചത് പ്രവർത്തിക്കാം, അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവൻ നമുക്ക് തരും എന്നുള്ള പ്രതീക്ഷയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവൻ ഉത്തരം തരും. നമ്മൾ പരിശ്രമിച്ചാൽ അതിന് അള്ളാഹു താല അതിൻ്റേതായ ചില പ്രയോജനങ്ങൾ ഉണ്ടാക്കിത്തരും എന്നതാണ്. അങ്ങനെ ആയിരിക്കണം എല്ലാ കാര്യവും. വെറും ഭൗതികമായി മാത്രം കണക്ക് കൂട്ടിയാൽ പോരാ വിഷയങ്ങൾ, അങ്ങനെ ചെയ്യണം, പക്ഷെ അത് മാത്രം മതിയോ? അതോടൊപ്പം തന്നെ അവസാനമായിട്ട് അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് അവസാനം പറയുന്നത്. വ ഇലാ റബ്ബിക ഫർഗബ്. ഇനി വിജയകരമായി നമ്മൾ ചെയ്ത കാര്യം അൽഹംദുലില്ലാ, അപ്പോഴും അള്ളാഹുവിലാണ് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നത്. ഇനി പ്ലാനിങ് ഒന്നും ഉദ്ദേശിച്ച പോലെ വിജയിച്ചില്ല, അങ്ങനെയാണെങ്കിലോ അപ്പോഴും അൽഹംദുലില്ലാ, അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിജയിക്കാം, ഇതൊരു ടെസ്റ്റ് ഡോസാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ നിരന്തരം അള്ളാഹുവിലേക്ക് മടങ്ങുക. 5 നേരത്തെ നമസ്കാരം ശരിക്കും എന്താണ്? നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കൂടുതൽ അവനിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോൾ മനസ്സ് കൂടുതൽ കരുത്തുള്ളതാകും. നാം ഉദ്ദേശിക്കുന്ന എല്ലാ ലക്ഷ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമ്മുടെ പഠന രംഗത്തായാലും കുടുംബ വിഷയങ്ങളിലായാലും ഫ്രണ്ട്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും ഏത് വിഷയമായാലും അതിനെല്ലാം അള്ളാഹുവിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ പരിഹാരമുണ്ടാകും എന്നാണ് ഒടുവിലത്തെ ആയത്ത് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ പഠിച്ചു നോക്കുക, വളരെ ഗുരുതരമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഭാവിയെക്കുറിച്ച് ആർക്കൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഒരുപാട് ഘട്ടങ്ങളില്ലേ ഹിജ്റ ചെയ്യുന്ന സമയത്ത്, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ആ സൗർ ഗുഹയുടെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ പുറത്ത് ശത്രുക്കളുടെ കാൽപെരുമാറ്റം, അവരെങ്ങാനൊന്ന് കുനിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ കണ്ടുപോയേനെ. ആ ഘട്ടത്തിലേക്ക് എന്താ ചെയ്യുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെ ഉണ്ട്, വല്ലാതെ സങ്കടപ്പെടുന്നു, വിഷമിക്കുന്നു. അപ്പോൾ പറയുന്നില്ലേ, ലാ തഹ്സൻ, നീ ദുഃഖിക്കാതിരിക്കൂ, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കുന്നില്ലേ? ഇങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധികളിലും അള്ളാഹു കൂടെ ഉണ്ട് എന്ന് തീരുമാനിച്ചാലില്ലേ, അത് വല്ലാത്തൊരു കരുത്താകും. മൊത്തത്തിൽ ഈ സൂറ നമുക്ക് നൽകുന്ന സന്ദേശം തന്നെ അതാണ് അല്ലേ? താൽക്കാലികമായിട്ട് മനസ്സൊന്ന് ഡള്ളായപ്പോൾ അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശരിക്കും ഒരു പുതിയ ജീവൻ നൽകിയതുപോലെ അനുഭവപ്പെടുന്ന ഒരു സൂറയാണ്
സൂറ അലം നഷ്റഹ്. വളരെ ചടുലമായ ഒരു ശൈലിയാണ് ഈ സൂറയുടെ പാരായണത്തിൽ പോലും. അലം നഷ്റഹ് ലക സദ്റക് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, പെട്ടെന്ന് നമ്മൾക്ക് അറിയാതെ ഒരു എനർജി പാസ് ചെയ്യുന്നൊരവസ്ഥയിലാണ് ഈ സൂറയെ അള്ളാഹു താല അവതരിപ്പിച്ചത് തന്നെ. അപ്പോൾ ഈ സൂറ നന്നായിട്ട് പഠിക്കണം, നന്നായി പാരായണം ചെയ്ത് പഠിക്കണം. പുതിയ കുറേ വാക്കുകളുണ്ട്, ഓരോ ആയത്തിലും പുതിയ വാക്കുകൾ വന്നിരിക്കുന്നു എന്നത് ഈ സൂറയുടെ ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ മീനിങ് പഠിക്കണം, അതേപോലെ ആശയങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ എൻ്റെ ലൈഫുമായിട്ട് ഈ സൂറത്തിനുള്ള ബന്ധം എന്താണ്, അങ്ങനെ ചിന്തിക്കണം. എല്ലാം നബിയുമായിട്ട് മാത്രം കണക്ട് ചെയ്ത് നബിക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടായപ്പോൾ അള്ളാഹു ആശ്വസിപ്പിച്ചതാണ് എന്ന നിലയ്ക്കല്ല, എനിക്ക് ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ സൂറ എടുത്ത് ഓതി നോക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഉത്തരം കിട്ടും. ആ നിലയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് ഖുർആൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത്തരത്തിലുള്ള ഖുർആൻ വചനങ്ങളെ പഠിക്കാനും ഉൾക്കൊള്ളുവാനും നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യാനും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും എല്ലാം അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വ ആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.